ഹലോ ബ്യൂട്ടീസ്, എല്ലാവരും സെറ്റല്ലേ? അപ്പോൾ തുടങ്ങാമല്ലേ? നല്ല ഒരു ഉപകാരപ്പെട്ട ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇതാണ് അവനാണ് നോക്കൂ, കണ്ടോളൂ. എവർ യൂത്ത് നാച്ചുറൽസിൻ്റെ എക്സ്പ്ലോയിറ്റിംഗ് വാൾനട്ട് ഒരു സ്ക്രബ്ബറാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ യൂസ് ചെയ്യാത്ത ആൾക്കാർ ബ്ലാക്ക് ഹെഡ്സ് കൊണ്ടും പിന്നെ ചെറിയ കുരുവിനൊക്കെ ഏറ്റവും നല്ലത് സ്ക്രബ് ചെയ്തിട്ട് തന്നെ ആ കുരു പോക്കുന്നത് നല്ലതാണ്. അത് നമ്മൾ പഴയ സെൽസൊക്കെ ഉണ്ടാവും മുഖത്ത്, കോശങ്ങൾ എന്ന് പറയും, സെൽസ്. അത് പോക്കാനാണ് ഈ എക്സ്പ്ലോയിറ്റിംഗ് വാൾനട്ട് സ്ക്രബ് യൂസ് ചെയ്യുന്നത്. എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത് എന്താ, ഒരു തരം സെൽ റിമൂവറാണ്. പഴയ ബ്ലാക്ക് ഹെഡ്സും ഡെഡ് സെൽസ്, പഴയ സെൽസ് ഉണ്ടാവും. പഴയ സെൽസ് പോയിട്ടാണല്ലോ പുതിയ സെൽസ് നമുക്ക് വരുന്നത്. അപ്പോൾ അതൊക്കെ പോക്കാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു പ്രോഡക്റ്റ്. ഓക്കെ, ഈ പ്രോഡക്റ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് 99 റുപ്പീസാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എനിക്കറിയില്ല. 99 റുപ്പീസാണ്. എത്ര നെറ്റ് ക്വാണ്ടിറ്റി എത്രയാണ് പറയുന്നത്? 50 ഗ്രാമാണ്. നോക്കൂ, 50 ഗ്രാം ഉണ്ട് ഇതിൻ്റെ നെറ്റ് ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ അതിൻ്റെ യൂസും പിന്നെ എല്ലാ കാര്യങ്ങളും, ഡയറക്ഷൻ ഓഫ് യൂസ് ആൻഡ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ആഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കണ്ടൻറ്റിൻ്റെ കാര്യം അവർ പറയുന്നത് നോ ഹാംഫുൾ ടു കെമിക്കൽസ് എന്ന് മാത്രമാണ്. പിന്നെ സ്റ്റോർ ഇൻ എ കൂൾ ആൻഡ് ഡ്രൈ പ്ലേസ് എന്ന് മാത്രമാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. കണ്ടൻ്റ് ഒന്നും ഇതിൽ എഴുതിയിട്ടില്ല. പിന്നെ പാരബൻ ഫ്രീ ആണ്. പിന്നെ ഹാംഫുള്ളായിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഏറ്റവും നല്ലൊരു സ്ക്രബ്ബറായിട്ടാണ് ഞാൻ എൻ്റെ ലൈഫിൽ യൂസ് ചെയ്തത്. ഓക്കെ, കുറച്ച് കാലമായിട്ട് ഞാൻ ചെറിയ കുരുക്കളും ബ്ലാക്ക് ഹെഡ്സൊക്കെ ഈ ഓയിലി സ്കിന്നുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പോക്കാനൊക്കെ ഈ സ്ക്രബ്ബർ ഏറ്റവും നല്ലതാണ്. ഞാൻ പ്രത്യേകിച്ച് എനിക്ക് ഓയിലി സ്കിന്നാണ്, അവരോടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് നല്ലൊരു പ്ലാസ്റ്റിക്കാണ്, നല്ല ടൈറ്റായിട്ടുള്ള ഒരു ടോപ്പാണ്, ഒരു കവറിങ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇത് തുറന്നാൽ തന്നെ നല്ലൊരു ക്വാണ്ടിറ്റി ആയിട്ടുള്ള ക്രീം നമുക്ക് കിട്ടും, ഒരു സ്ക്രബിങ് ക്രീം നമുക്ക് കിട്ടും. നല്ല പൂട്ടാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഗൈസ്, കാരണം അത്രയും നല്ല ഷാർപ്പായിട്ട് ടൈറ്റായിട്ടാണ് അവർ പാക്ക് ചെയ്തിരിക്കുന്നത്. ലീക്കാവില്ലെന്നുള്ള ഉറപ്പാണ്. ഇനി നമുക്കൊന്ന് എൻ്റെ ഹാൻഡിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാരണം ഫേസിൽ ഇപ്പോൾ ഞാൻ ചെയ്ത് കാണിച്ചു തന്നാലും നിങ്ങൾക്കത് എത്രത്തോളം അത് എഫക്റ്റീവ് ആവുമെന്ന് എനിക്കറിയില്ല. കാരണം ചിലപ്പോൾ നിങ്ങൾ പറയും അത് എന്തുകൊണ്ടാണ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണെന്നൊക്കെ. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ ഹാൻഡിൽ കാണിക്കുന്നത്. ഹാൻഡിൽ നമ്മൾ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും ഫസ്റ്റ് ഒന്ന് ഹാൻഡിൽ യൂസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ഇല്ലെങ്കിൽ മാത്രം ഫേസിൽ യൂസ് ചെയ്യാം. നല്ലോണം റൗണ്ടിൽ 2 മിനിറ്റ്സ് സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കുക. 2 മിനിറ്റ്സ് സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കണം. ഹാൻഡിലായാലും ഫേസിലായാലും എവിടെയായാലും നല്ലോണം ഫിംഗർ കൊണ്ട് സ്ക്രബ് ചെയ്യാം. 2 മിനിറ്റ്സ് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്യാം. വാഷ് ചെയ്താൽ നമുക്ക് അപ്പോൾ തന്നെ ഒരു സോഫ്റ്റ്നെസ് കിട്ടും. ഞാൻ വൈറ്റനിങ് ക്രീമോ അല്ലെങ്കിൽ പെട്ടെന്ന് കുരു പോകുന്നതോ പിമ്പിൾസ് റിമൂവ് ചെയ്യുന്നതോ അങ്ങനെയൊന്നുമല്ല പറയുന്നത്. പക്ഷേ നല്ല സോഫ്റ്റ്നെസ്സും അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അതുപോലെ തന്നെ ഡെഡ് സ്കിന്നും പോയിട്ടുണ്ടാവും. കാരണം നല്ലൊരു സ്മൂത്തനിങ് ആയിട്ടുള്ള ഒരു സ്കിന്ന് നമുക്ക് കിട്ടും. അതാണ് നമ്മുടെ സ്വന്തം എൻ്റെ പ്രിയപ്പെട്ട എവർ യൂത്ത് നാച്ചുറൽസിൻ്റെ എക്സ്പ്ലോയേഷനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളതൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ നല്ല ടൈറ്റനിങ് ആയിട്ടുള്ള ഒരു കവറിങ് ആണ്. പിന്നെ പ്രത്യേകിച്ച് ഓയിലി സ്കിൻ, സ്പെഷ്യലായിട്ട് ഓയിലി സ്കിന്നുകാർക്കും അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നുകാർക്കുമാണ് ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നത്. ഡ്രൈ സ്കിന്നിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, നല്ല പ്രൊഡക്റ്റാണ്. പിന്നെ ഓയിലി സ്കിന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അതൊക്കെ വരെ ഈ ഓയിലി സ്കിന്നുകാർക്കാണ്, സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് പ്രത്യേകിച്ച്. അപ്പോൾ അവർക്കൊക്കെ ഈ സ്ക്രബ്ബർ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും യൂസ് ചെയ്യണം. ഈ സ്ക്രബാണെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും യൂസ് ചെയ്താൽ തന്നെ ഈ അത്രയും ബെസ്റ്റാണ്. പിന്നെ ക്ലീനപ്പും ഫേഷ്യലൊക്കെ ചെയ്യുന്നതിനേക്കാട്ടി നല്ലത് ഇത് ആഴ്ചയിൽ 2 ദിവസം യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. ഓക്കെ, താങ്ക് യു.